ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. രാവിലെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. സാധാരണ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിനാക്കിയിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ആട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അളന്നിട്ടൊന്നുമല്ല ചെയ്യുന്നത്. സാധാരണ അളക്കാതെ തന്നെ കുറച്ച് പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇത്രയും പാകത്തിനൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് അരിഞ്ഞത്, അതുപോലെ കുറച്ച് പച്ചമുളക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നല്ല എരിവാണെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിയിലൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചതച്ചിട്ടൊക്കെ ചേർക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു മുട്ട വെച്ചിട്ടൊരു 4 ദോശയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഒഴിക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ടൊരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. സാധാരണ നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. 2 ഭാഗവും ഓരോ പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഒരു ഭാഗത്ത് 2 ഭാഗത്ത് ഓരോ ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്ത് ഇതുപോലെ തന്നെ കുറച്ച് മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് നല്ല പോലെ മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓയിൽ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാതെ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് 2 ഭാഗത്തെ മുട്ടയുടെ ഒരിതും വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല എരിവൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മുളകൊക്കെ ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ വേണ്ടാത്തവരാണെങ്കിൽ ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് 2 ഭാഗവും നല്ലപോലെ ഒന്ന് മൊരിച്ചിട്ട് നമുക്കിത് ഫ്രൈ പാനിൽ കോരി മാറ്റാം. നോൺ സ്റ്റിക്കിലായത് കാരണം തന്നെ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷേ കുറച്ച് ഓയിലൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓയിലൊന്നും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നന്നായിട്ട് മൊരിച്ചതിന് ശേഷം നമുക്ക് ചൂടുള്ള ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ പറ്റും. ഇല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കറികളുടെ കൂടെയാണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ചില സമയത്തൊക്കെ കറി ഉണ്ടാക്കാനൊന്നും നേരമില്ലാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ. ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് കുഴച്ച് പരത്തി ഒന്നും ചെയ്യേണ്ട. ഗോതമ്പ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ഓംലെറ്റിൻ്റെ നല്ലൊരു ടേസ്റ്റുമാണ് അതിന്. ഇനി മുട്ട നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 കോഴിമുട്ട നന്നായിട്ട് ഉടച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു മുട്ടയിലാണ് അത്രയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗളിൽ ഞാൻ 1 ഗ്ലാസ് ആട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. ഇനി അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിയുടെ അളവ് കൂട്ടുമ്പോൾ 2 ഗ്ലാസ് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ ചേർത്താൽ മതി. ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് മൈദയിൽ മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈദയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നല്ല പോലെ കുഴച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കാം. മാവ് ഒരുപാട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള, അതുപോലെ കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാറ്റ് മസാല വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക കേട്ടോ. ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചാറ്റ് മസാല ഒക്കെ എപ്പോഴും
കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ അത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ട് കാരണം തന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മാവ് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. കാരണം കുറച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ, ഒരുപാട് കട്ടിയിലൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല അതിൻ്റെ ഉള്ളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം ആക്കിയിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വലിയതാക്കിയിട്ട് തന്നെ ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അതുപോലെ നമുക്കിതൊന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ള അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് പരത്തരുത് കേട്ടോ, ഫില്ലിങ് പുറത്ത് പോകുന്ന രീതിയിൽ പരത്തിയെടുക്കരുത്. നമ്മുടെ കൈയിൻ്റെ ആ ഉൾഭാഗം വെച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ പീസും നമുക്കിതുപോലെ തന്നെ ഒന്ന് പരത്തി വെക്കാം. ഇനി നമുക്കിത് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികം കനത്തിലൊന്നുമല്ല പരത്തി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് പൊടിയുടെ ഭാഗമൊന്നുമില്ലല്ലോ, ഉള്ളിൽ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ്, ഓൾറെഡി വെന്തിട്ടുള്ള മസാലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കണമെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുപയർ വേവിച്ചിട്ടോ അല്ലെങ്കിൽ പരിപ്പ് വേവിച്ചിട്ടോ ഒക്കെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട എന്ത് മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് പൂരിയുടെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കണം. പൂരിയുടെ മാവിൻ്റെ ആ ഒരു പാകത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ കേട്ടോ. അതുകൊണ്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ചൂടുവെള്ളമാണെന്നൊക്കെ ചിലർ ചോദിക്കും. പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൈദയിലും ചെയ്യാം കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാവും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ മൈദ രാവിലെ തന്നെയൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് തന്നെ ചെയ്യാം കേട്ടോ. മൈദയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ കുഴച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു മാവ് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവൊക്കെ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആലു പറാത്തയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്, പക്ഷേ ആലു പറാത്ത നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ സാധാരണ ആലു പറാത്തനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് മുളകൊക്കെ നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് ഉള്ളിയൊന്നും വാട്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗത്ത് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മാവ് ഞാനിവിടെ 3 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളും ചപ്പാത്തി പരത്തുന്ന പോലെ പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ.
അപ്പോൾ എത്രണ്ണം വേണമെന്ന് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് മാവ് ഈ ഒരു 3 ഉരുളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഇതിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേറെ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ വലുത് 1 മതി കേട്ടോ, നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ 1 തന്നെ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാല ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പുറത്ത് പോകും കേട്ടോ, പൊട്ടിപ്പോവും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ചുരുട്ടിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൊറോട്ടയൊക്കെ ചുരുട്ടിയെടുക്കുന്ന പോലെ ഒന്ന് ചുരുട്ടി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആലു പറാത്ത ചെയ്യുന്ന പോലെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെയറുകളായിട്ട് കിട്ടുമ്പോൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി ഒന്ന് മടക്കി വെക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് കുറേ സമയം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ, അത് ഇങ്ങനെ ചുരുട്ടി വെച്ച പാടന്നെ നമുക്ക് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് കുഴച്ചിട്ടും തന്നെ നിങ്ങൾക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി മാത്രം സമയം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ചെയ്ത പാടെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് പൊടിയിട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പരത്തരുത്. നമ്മുടെ ആ ഒരു പൊട്ടാറ്റോ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് പുറത്ത് വരരുത് കേട്ടോ. പുറത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു മസാല നന്നായിട്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ പുറത്ത് വരാണ്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ടൊന്ന് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത്രയും ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചും മറച്ചു വിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട്, നമുക്കിത് ഓയിലിനെ കോരി മാറ്റാം. വളരെ കുറഞ്ഞ ഓയിൽ മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ, ഓയിൽ കുടിക്കുക ഒന്നും ചെയ്യൂല. അപ്പോൾ ഒരുപാട് മുക്കി ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിലൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊന്നും കുടിക്കാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ചായയുടെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. ഇനി ചട്നിയൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അളന്നെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ. പൊടി അളന്നെടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പൊടിയുടെ അളവ് പറയാത്തത്. ഏത് അളവിലും നമുക്കിത് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ ദോശമാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. നമുക്കൊരു പാനിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റിച്ചെടുക്കാൻ പാകത്തിന് അത്രയും ലൂസായിട്ട് വേണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ എടുക്കാം കേട്ടോ. അപ്പോൾ മൈദയിൽ ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാത്തവർ ഗോതമ്പ് പൊടി തന്നെ ചെയ്യാം. ഇനി ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടിയൊന്നുമില്ലാണ്ട് നല്ല പോലെ കലക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ഒരു പാകത്തിന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം. തേങ്ങ, അതുപോലെ മുളക്, അതുപോലെ ഉപ്പ് ഇട്ടോ, ഇത്രയും മതി. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് രീതിയിലും ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങയും മുളകും ഉപ്പും കൂടെ മാത്രം ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്തിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, വെള്ള ചമ്മന്തി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലൊഴിച്ചിട്ട് ഒന്ന് ദോശ പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവ് വേണമെന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മൾ പാനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റണം. ഒരു ഭാഗം ഒന്ന് നമ്മൾ വെന്ത് വരുന്ന സമയത്ത് ഇതൊന്നേ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചമ്മന്തി പുളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല എരിവ് കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നേ. അപ്പോൾ ചമ്മന്തി ഇട്ടിട്ടതിന് ശേഷം നമ്മളിതുപോലെ 4 ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ദോശ പോലെ ചുട്ടെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചമ്മന്തി നിറച്ചിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പാനിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് മൊരിയിച്ചെടുത്താൽ മതി.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കുക. അപ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, ചായയുടെ കൂടെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.